അമ്മേ, എന്റെ മോളെ. പ്രശാന്തനല്ലേ മോളെ? ശാന്തിക്ക് ഓഫീസിലാണ് അച്ഛാ, ഞാൻ വിളിക്കാം. എന്താ നിങ്ങളാരും അങ്ങോട്ട് വരുന്നില്ലല്ലോ? ഇതെന്താ അമ്മേ? അതെ, കുറച്ച് മാങ്ങായ. നമ്മുടെ കിഴക്കേ വളപ്പിലെ പുളിയമ്മാവിലെയാ. നിനക്ക് അച്ചാറിടാൻ കൊണ്ടുവന്നതാ. അതിന് അച്ചാറുണ്ടാക്കാൻ ഇവൾക്കറിയാമോ? അതുവല്ലതും പഠിപ്പിച്ചിട്ടാണോ നീ അവളെ ഇങ്ങോട്ട് വിട്ടത്? നീ വന്നേ. അല്ലേ, പിന്നെ ആ ശാന്തേട്ടാ, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ആ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഹലോ, അതേ മോനെ, എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? അച്ഛൻ ഈയിടെ ഒരു പുതിയ എസ്റ്റേറ്റ് വാങ്ങി. ഓഫീസിലെ എല്ലാ ജോലി എനിക്കാണമേ. ഒട്ടും സമയം കിട്ടുന്നില്ല. ആ, പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. മൃദുലയെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങ് കൊണ്ടുപോകും കേട്ടോ. എന്തിനാണമ്മേ അവളെ കൊണ്ടുപോകുന്നത്? ഇത്തവണ കുഴപ്പം വരുത്തണ്ട. 5ാം മാസത്തിലേ ഞങ്ങൾ അവളെ അങ്ങ് കൊണ്ടുപോകും. ഹലോ 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 ഹലോ, കട്ടായല്ലോ. ഇവിടുത്തെ അച്ഛൻ അങ്ങോട്ട് വരണമെന്ന് പറയാറുണ്ട്. എവിടുന്ന് വരാൻ? അങ്ങേർക്ക് അതിന് സമയം കിട്ടുന്നത് എപ്പോഴാ? നിന്റെ കല്യാണാലോചനയ്ക്ക് വന്നതാ. ഓ, അന്ന് തന്നെ എന്തൊരു ധൃതിയായിരുന്നു. ആ, ശാന്തേട്ടൻ വന്നമ്മേ. ഫോൺ കിട്ടിയ ഉടനെ ഇങ്ങോട്ട് പോന്നല്ലേ? ഇരിക്കും മോനെ, കാപ്പി കുടിക്കേ. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. അവിടെ എന്ത് വിശേഷം? വിശേഷമൊക്കെ ഇവിടെ അല്ലേ. അമ്മേ, എനിക്ക് കൊഞ്ചു കൊടുത്തു വിടണം. കൊടുത്തയക്കുന്നത് എന്തിനാ? നീ അവിടെ വന്ന് ഇഷ്ടം പോലെ കഴിച്ചോളൂ. മോൻ കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ടമേ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ആ, പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്നത് മൃദുലയെ കൊണ്ടുപോകാനായിരിക്കും. ഇയാൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. കൃത്യ ദിവസം അറിയിച്ചാൽ നമ്മുടെ ബോട്ട് ആലപ്പുഴ ജെട്ടി വന്ന് കിടക്കും. അതിലെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഞാൻ കവർ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് സത്യം പറയൂ, നീ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലേ? ഇല്ല, ഞാൻ കഴിച്ചില്ല. എന്തുകൊണ്ട് കഴിച്ചില്ല? നീ ഗർഭിണിയാകാൻ പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ? നമുക്കൊരു കുഞ്ഞു വേണം ശാന്തേട്ടാ. എനിക്ക് കുഞ്ഞിനേക്കാൾ ആവശ്യം നീയാണ്. പ്ലീസ്, നമുക്കിത് അബോർട്ട് ചെയ്യാം. പ്ലീസ് ശാന്തേട്ടാ, പ്ലീസ്, അങ്ങനെ ചെയ്യരുത്. എനിക്കൊരു കുഴപ്പവും വരില്ല. മോളെ, ശാന്തേട്ടന് നിന്നെ കൂടെ ജീവിക്കാൻ പറ്റില്ല മോളെ. ശാന്തേട്ടാ, എന്റെ മനസ്സ് പറയുന്നു എനിക്ക് ഒരു അപകടവും വരില്ലെന്ന്. ചേട്ടൻ ധൈര്യമായിരിക്കൂ. മൃദുല ചെയ്തത് ഒട്ടും ശരിയായില്ല. എനിക്ക് ഒരു കുഴപ്പവും വരില്ല ഡോക്ടർ. എനിക്കത് പറയാൻ പറ്റില്ല. ഇത്തരം കേസുകളിൽ 80% അപകടമാണ്. വിജയിക്കുന്ന 20%-ൽ ഒരാൾ ഞാനായിരിക്കും. പോരെ? ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഈ കളിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. നമുക്ക് MTP നടത്തി ശരിയാക്കാൻ കുട്ടി. ഇല്ല ഡോക്ടർ, ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല. ഇതിന്റെ ഉറച്ച തീരുമാനമാണ്. മൃദുല എന്താണ് ഈ പറയുന്നത്? അതെ ഡോക്ടർ, എന്റെ ശാന്തേട്ടന് ഒരു കുഞ്ഞു വേണം. ഈ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു കിട്ടും. അഥവാ ഞാനും കുഞ്ഞു മരിച്ചാൽ അദ്ദേഹം വീണ്ടും ഒരു വിവാഹം ചെയ്ത് സുഖമായിട്ട് കഴിയും. ഞാൻ ചേട്ടന്റെ നിത്യ ദുഃഖമായിരുന്നു. എന്റെ ശാന്തേട്ടനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു ഡോക്ടർ. ഞാൻ എല്ലാ വിധത്തിലും ശ്രമിച്ചു നോക്കിയതാണ് ഡോക്ടർ. പക്ഷേ മൃദുല സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ നിർബന്ധിച്ചാൽ
അപകട സാധ്യതകളെ കുറിച്ച് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടി? അറിയാം, പക്ഷേ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? മിസ്സസിന്റെ പിടിവാശിക്ക് ഒരുങ്ങുന്ന ബുദ്ധിയല്ല. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക. ഓരോ ഘട്ടത്തിലും നമുക്ക് ചെക്കപ്പ് നടത്താം. കുഴപ്പമെന്ന് കണ്ടാൽ ആ നിമിഷം സർജറി വേണ്ടി വരും കേട്ടോ. ഒരു ചെക്കപ്പും വേണ്ട ചാന്തേട്ട. എനിക്കും കുഞ്ഞിനും ഒരു അപകടവും വരില്ല. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഡോക്ടറുടെ ഉപദേശം നിരസിക്കരുത് മുതലേ. ഈ മെഡിക്കൽ സയൻസ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ചേട്ടനറിയാമോ? എന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. ഫലോപ്പിൻ ട്യൂബിന് തകരാറ് വന്നാലും സുഖപ്രസവം നടക്കുമെന്ന് ഇത്തവണത്തെ മെഡിക്കൽ ജേണലുണ്ട്. ശാന്തേട്ടൻ എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കരുത്. എനിക്കൊരു കുഴപ്പവും വരില്ലെന്നേ. നമുക്ക് കുഞ്ഞു വേണ്ട മൃദുലേ. വേണം ചാന്തേട്ട. ഒരു കുഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വിരസമായിരിക്കും. എന്താ മോളെ? നമ്മുടെ പൊന്നു മോളല്ലേ, കരല്ലേ ശാന്തേട്ട. ശാന്തേട്ടൻ കരയരുത്. എനിക്കും കുഞ്ഞിനും ഒരു ആപത്തും വരില്ല. ശാന്തേട്ടന്റെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാൻ. മൃദുലേ, മൃദുലേ, സോറി മിസ്റ്റർ പ്രശാന്തൻ. കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. വായിക്കരിടാൻ ഇനി ആരും ഇല്ലല്ലോ. എന്നാ എടുത്തോളൂ. എന്നാ പെണ്ണുങ്ങളൊക്കെ ഇനി നാമം ജയിച്ചോളൂ.